ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നിന്ന് ഇത്തരത്തിൽ ഒരു മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു കാണും. അപ്പോൾ ഇത് എന്താണ് എന്നും എങ്ങനെയാണ് നമ്മുടെ ചാനലിന് ഇതിൽ നിന്നും ഗുണം ലഭിക്കുന്നത് എന്നതെല്ലാം ക്രിയേറ്റേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. പലരും ഇത്തരത്തിലുള്ള മെയിലെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യാറ്. ഈ മെയിൽ യൂട്യൂബ് നൽകിയിരിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും ഇനി മോണിറ്റൈസ്ഡ് ആകാത്ത ഒരു ചാനലാണെങ്കിലും ഈ മെയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതിനാൽ തന്നെ വീഡിയോ മുഴുവനായി കാണുക. ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. ബൂസ്റ്റ് വീഡിയോ പെർഫോമൻസ് വിത്ത് ദിസ് വൺ ട്രിക്ക്. അപ്പോൾ ഒരു ട്രിക്ക് കൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാം. അതിനു താഴെയായി ഹൈലൈറ്റ് ചെയ്ത ഒരു ഹെഡിങ് കാണാം, ബൂസ്റ്റ് വീഡിയോ പെർഫോമൻസ് വിത്ത് ക്യാപ്ഷൻസ്. ക്യാപ്ഷൻസ് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനു താഴെയായി ക്യാപ്ഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ക്യാപ്ഷൻ ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് ക്യാപ്ഷൻ യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുമെന്നാണ്. ഇനി ക്യാപ്ഷൻ നൽകുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയുടെ റീച്ച് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന് ക്യാപ്ഷൻ സഹായിക്കും. ക്യാപ്ഷൻസ് വീഡിയോസിന് നൽകുന്നതിലൂടെ കേൾവിക്കുറവുള്ളവർക്ക്, കേൾവി ശക്തി ഇല്ലാത്തവർക്ക്, അതുപോലെ സൗണ്ട് ഇല്ലാതെ വീഡിയോസ് എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുമല്ലെങ്കിൽ കുറഞ്ഞ സൗണ്ടിൽ വീഡിയോ എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം പ്രയോജനപ്പെടും എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ കണ്ടന്റ് കൂടുതൽ പേർക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ എൻജോയ് ചെയ്യാനുമുള്ള അവസരമാണ് ഇതിലൂടെ നൽകുന്നത്. എങ്ങനെയാണ് 3 വ്യത്യസ്തമായ വഴികളിലൂടെ ക്യാപ്ഷൻ നൽകുന്നത് എന്നതിനെക്കുറിച്ചും ഈ മെയിലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സബ് ടൈറ്റിൽസ് അതുപോലെ ക്യാപ്ഷൻസ് എല്ലാം നമ്മുടെ വീഡിയോസിന് കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയ്ക്ക് സബ് ടൈറ്റിൽസ് അല്ലെങ്കിൽ ക്യാപ്ഷൻ എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലെഫ്റ്റ് മെനുവിൽ സബ് ടൈറ്റിൽസ് എന്നതിൽ പോയതിനു ശേഷം ആഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ ലാംഗ്വേജ് ആഡ് ചെയ്യാം. അതുപോലെ ഈ ഓപ്ഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് ഇത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് ടൈം സ്റ്റാമ്പ് സെറ്റ് ചെയ്ത് ഏത് ടൈം ലൈനിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എല്ലാം വരേണ്ടത് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഓട്ടോ സിങ്ക് എന്ന ഓപ്ഷനാണ്. ഓട്ടോ സിങ്കർണൈസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയ ചില ലാംഗ്വേജസ് മാത്രമാണ് ഓട്ടോമാറ്റിക്കായി കൺവേർട്ട് ആകുക. മറ്റൊരു ഓപ്ഷൻ ടൈപ്പ് മാനുവലി എന്ന ഓപ്ഷനാണ്. അതായത് നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നമുക്ക് വേണ്ട സബ് ടൈറ്റിൽസ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ് എല്ലാം മാനുവലി എൻ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ഈ ഒരു മെയിൽ ലിങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്